ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമാന്തര സുവിശേഷങ്ങൾ എന്നുള്ള ആ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പഠനം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഈ പഠനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ്സുകളിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സമാന്തര സുവിശേഷങ്ങളിലെ മത്തായി, മർക്കോസ് എന്നീ 2 പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് ദൈവം കൃപ ചെയ്തു. ഈ ക്ലാസ്സിൽ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം പഠിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ലൂക്കോസ് ആണ് എന്ന് എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും 2 വാല്യങ്ങളായി തെയോഫിലോസ് എന്നൊരാളിനെ സംബോധന ചെയ്തുകൊണ്ട് ലൂക്കോസ് എഴുതിയതാണ് എന്ന് പ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. ഈ ലൂക്കോസിനെ വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നും കൂട്ടുവേലക്കാരനെന്നും പൗലോസ് സംബോധന ചെയ്തിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 4-14 വാക്യം. ലൂക്കോസ് പൗലോസിന്റെ മിഷണറി യാത്രയിൽ സഹയാത്രികനും പ്രിയ സ്നേഹിതനും കൂട്ടുവേലക്കാരനും ആയിരുന്നു. ഈ പുസ്തകം എഴുതിയ കാലഘട്ടം AD 60 അടുത്താണ്. ഈ സുവിശേഷം എഴുതുന്നതിന് ലൂക്കോസ് പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ പ്രവൃത്തിയുടെ ഉത്തേജനം മറ്റു പലരുടെയും എഴുത്തുകളായിരുന്നു. ദൃക്സാക്ഷികളുമായി ആലോചന ചെയ്തു. നിലവിലുണ്ടായിരുന്ന എഴുത്തുകൾ സസൂക്ഷ്മം പരിശോധിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിശ്വാസത്തിന്റെ ചരിത്രപരമായ നിജസ്ഥിതി രേഖപ്പെടുത്തി. അങ്ങനെയാണ് ഈ സുവിശേഷം ലൂക്കോസ് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിലെ വിഷയവും ഉദ്ദേശവും ശ്രദ്ധിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ ആദ്യത്തെ 4 വാക്കുകളിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ജാതികളായ വായനക്കാർക്ക് യേശുക്രിസ്തുവിന്റെ ഒരു പൂർണ്ണ രൂപം ഗ്രഹിക്കുവാൻ വഴിയൊരുക്കുക എന്നതായിരുന്നു ലൂക്കോസിന്റെ ലക്ഷ്യം. രക്ഷകനായ ക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനായി അഥവാ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രനായിട്ടാണ് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആ വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യപുത്രൻ എന്ന നിലയ്ക്ക് അവൻ തന്നെ ദൈവപുത്രനും ആകുന്നു. അവന്റെ പൂർണ്ണ മനുഷ്യ സ്വഭാവത്തെ തെളിയിക്കുവാനായിട്ടാണ് യേശുവിന്റെ വംശാവലിയെ പുറകോട്ടെണ്ണി ആദാമിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. യേശുവിന്റെ മാനസികവും ആത്മീയവും സാൻമാർഗികവുമായ വളർച്ചയുടെ പൂർണ്ണത സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നുള്ള പിതാവിന്റെ സാക്ഷ്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവിനാലും തെളിയിക്കപ്പെട്ടു. അങ്ങനെ ലൂക്കോസ് യേശുവിൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവകളുടെ പൂർണ്ണമാക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് വരച്ച് കാട്ടിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ശ്രദ്ധിച്ചാൽ
യേശുവിന്റെ മനുഷ്യത്വവും മനസ്സലിവും തുടർച്ചയായി ഇതിൽ എടുത്തു പറയുന്നത് കാണാവുന്നതാണ്. ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രൻ എന്ന നിലയ്ക്ക് പാപികളായ മനുഷ്യരുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഏന്തി ക്രൂശിനെ സഹിച്ച് നമുക്ക് രക്ഷ നൽകുന്ന രക്ഷകനായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കോസ് ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ യവനായ ദർശനവും ഒരു പൂർണ്ണ മനുഷ്യനെ തേടിയുള്ള അന്വേഷണമായിരുന്നു. ഈ സുവിശേഷത്തിന്റെ സംഗ്രഹം നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ രക്ഷകനെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായിട്ട് സക്കറിയ പുരോഹിതന്റെ ആദ്യമായിട്ട് സക്കറിയാവിനുണ്ടായ അരുളപ്പാടാണ്. യോഹന്നാന്റെ ജനനം മുൻകൂട്ടി പറയുന്നു. അവന് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവിന് മുമ്പായി നടക്കും എന്ന് 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. 26 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി ആ വാർത്ത അറിയിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് 34-ാം വാക്യത്തിൽ മറിയയുടെ ചോദ്യം തൻ്റെ അവിശ്വാസത്തിൽ നിന്നുള്ള ഒരു ചോദ്യമല്ല, പിന്നെയോ തൻ്റെ ജിജ്ഞാസ മൂലമായിരുന്നു ആ ചോദ്യം. മറിയ യോഹന്നാന്റെ അമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതായിട്ട് 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിന്റെ ജനനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അഗസ്ത്യോസ് കൈസർ നാടുവാണിരുന്ന ആ സമയത്ത്, അതായത് BC 31 മുതൽ AD 14 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു അത്. അന്ന് ഒരു സെൻസസ് എടുക്കുക അഥവാ സ്ഥിതി വിവര കണക്ക് എടുക്കുന്നതിന് BC 4 ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. ആജ്ഞാനുസരണമായി യോസഫും മറിയയും ബേത്ലഹേമിൽ എത്തി അവിടെ വെച്ചായിരുന്നു യേശുവിന്റെ ജനനം. ഇത് പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 9-ന്റെ 6-7 വാക്യങ്ങൾ, മീക 5-ന്റെ 2 വാക്യങ്ങൾ ഈ കർത്താവിന്റെ ജനനത്തെക്കുറിച്ചും ബേത്ലഹേമിൽ ജനിക്കണമെന്നുള്ള പ്രവചനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കർത്താവ് ബേത്ലഹേമിൽ ജനിക്കുന്നത്. തുടർന്ന് 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. യേശുവിനെ ദേവാലയത്തിൽ പരിച്ഛേദന ചെയ്യിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ദേവാലയത്തിൽ ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ശീമോൻ യേശു തന്നെയാണ് മശീഹ എന്ന് പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യോസഫിനെയും മറിയയും ശീമോൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. തുടർന്ന് യേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ച് 2-ാം അധ്യായം അതിന്റെ 39 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനമായും വിദ്വാൻമാരുടെ സന്ദർശനമാണ്. കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ അവരൊരു പ്രത്യേകമായ നക്ഷത്രം കണ്ടതുകൊണ്ട് ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ അന്വേഷിച്ച് വരുന്നു. മാനുഷികമായ ചിന്തയ്ക്ക് അധീനരായി അവർ ബേത്ലഹേമിലെ യെരുശലേമിൽ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ്. എന്നാൽ യേശു ബേത്ലഹേമിൽ ആണ് ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് അയക്കുന്നു. ശാസ്ത്രിമാരും മൂപ്പന്മാരും മീകായുടെ പ്രവചനം കോട്ട് ചെയ്തുകൊണ്ട് ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. ആ നിർദ്ദേശപ്രകാരം അവർ ബേത്ലഹേമിലേക്ക് കടന്നുപോയി. എന്നാൽ യേശു കുഞ്ഞിനെ കൊന്നുകളയുവാനായിട്ടുള്ള ഹെരോദാവിന്റെ
മനസ്സിലെ ആഗ്രഹം അറിയുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം യോസഫിനും മറിയയ്ക്കും ആ വിവരം നൽകുകയും അവരെ ഈജിപ്തിലേക്ക് അയക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. വിദ്വാൻമാർ യേശുവിനെ ബേത്ലഹേമിൽ ചെന്ന് കണ്ടു. അവന് പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെച്ചു യേശുവിനെ നമസ്കരിച്ചു. മാതാപിതാക്കളോട് കൂടെയാണ് യേശുവിനെ കണ്ടതെങ്കിലും യേശുവിനെ മാത്രമാണ് അവർ നമസ്കരിച്ചത്. അവർ കർത്താവിന് കാഴ്ചവെച്ച വസ്തുക്കൾ വളരെ ശ്രദ്ധേയമായതാണ്. ഒന്ന് പൊന്ന്, രണ്ട് മൂര്, പിന്നീട് കുന്തിരിക്കം. ഇത് മൂന്നും യേശുക്രിസ്തുവിന്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് പൊന്ന് രാജാക്കന്മാർക്കുള്ളതാണ്. യേശു രാജാതി രാജാവാണ് എന്നുള്ള കാര്യം അതിലൂടെ വ്യക്തമാക്കുകയാണ്. മൂര് കർത്താവ് അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ കുന്തിരിക്കം താൻ ഒരു പുരോഹിതനാണ് എന്നുള്ളതാണ്. എബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനായിട്ട് യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തു എന്ന് നാം വായിക്കുന്നു. ആ നിലയിൽ കർത്താവ് രാജാവും യാഗവസ്തുവും പുരോഹിതനുമായി തീർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൂതന്മാരുടെ നിർദ്ദേശപ്രകാരം യേശു കുഞ്ഞുമായി അവർ ഈജിപ്തിലേക്ക് കടന്നു പോകുന്നു. ചില നാളുകൾക്ക് ശേഷം മടങ്ങി നസ്രയത്തിൽ വന്ന് താമസിക്കുന്നു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ നിവൃത്തിയായി അവൻ നസ്രയത്തിലേക്ക് വന്ന് താമസിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. മടങ്ങി വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കുന്നു. യേശു മാതാപിതാക്കളെ അനുസരിക്കുകയും ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. പതിവായി ദേവാലയത്തിൽ പോകുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പായി യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുന്നതായിട്ട് നാം വായിക്കുന്നു. യോഹന്നാൻ വന്ന് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അനേകർ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാനിൽ സ്നാനമേറ്റു. യോഹന്നാന്റെ കൈക്കീഴ് യോർദാനിൽ സ്നാനമേറ്റു. യേശുവും സ്നാനമേൽക്കേണ്ടതിനായിട്ട് യോഹന്നാന്റെ അടുക്കൽ യോർദാൻ നദിയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ യോഹന്നാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതിന് കാരണം എന്തെന്നാൽ യേശുവിൽ പാപമില്ലായിരുന്നു. യേശു മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ തന്നെ സ്നാനമേൽക്കുന്നതിൽ നിന്ന് തടഞ്ഞ യോഹന്നാനോട് യേശു പറയുന്നത്, ദൈവത്തിന്റെ നീതി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്നാനമേൽക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്ക എന്ന് പറഞ്ഞ് യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ ആചാരപ്രകാരം ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് 30 വയസ്സ് ഉണ്ടായിരിക്കണം. 30 മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് പൗരോഹിത്യ ശുശ്രൂഷ ഏൽക്കുന്നത്, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രായപരിധി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു പുരോഹിതൻ ആ ശുശ്രൂഷ ഏൽക്കുന്നതിന് മുമ്പായി ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവനും അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു പൗരോഹിത്യ പദവിയിലേക്ക് അഭിഷക്തനാകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശുക്രിസ്തുവും ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീരുവാൻ പോകുകയാണ്. അതിന് യേശുവിന് 30 വയസ്സ് പ്രായമുള്ളപ്പോൾ
യേശു യോർദാൻ നദിയിൽ യോഹന്നാന്റെ അടുക്കൽ വന്ന് സ്നാനമേറ്റ് ആ ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകിയ അനുഭവത്തിലേക്ക് കടന്നു വന്നു. സ്വർഗം തുറന്നു. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അവന്റെ മേൽ പ്രാവെന്ന പോലെ അയച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രഖ്യാപനമുണ്ടായി. ആ നിലയിൽ ആ പിതാവായ ദൈവം യേശുവിനെ ആ ശ്രേഷ്ഠ പുരോഹിതനായി അഭിഷേകം ചെയ്തു. തുടർന്ന് കർത്താവിന്റെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ വംശാവലി ഇവിടെ യോഹന്നാൻ 3:23 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ വംശാവലി ആദാം വരെയും എത്തുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ ഒരു മനുഷ്യനായിട്ട്, യഥാർത്ഥ മനുഷ്യനായിട്ട്, യാഗമായി തീരുവാൻ, മനുഷ്യ ശരീരം സ്വീകരിച്ച മനുഷ്യനായിട്ട് വെളിപ്പെടുത്തുവാനാണ് ആ വംശാവലി ആ നിലയിൽ ആദാം വരെയും നീട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ആ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി തൻ്റെ ആ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നോട്ട് വരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ യേശു കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ചു. ആ ഉപവാസത്തിന്റെ അവസാനത്തിൽ യേശുവിന് വിശന്നു. അപ്പോൾ പിശാച് കർത്താവിനെ പരീക്ഷിക്കേണ്ടതിന് അടുത്തു വന്നു. അവൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പിശാച് പറയുന്നു. എന്നാൽ യേശു തക്കതായ മറുപടി തിരുവചനത്തിൽ നിന്നും കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചു. സാത്താൻ പിന്നെയും ആ ദൈവവചനവുമായി യേശുവിന്റെ അടുക്കിലേക്ക് തന്നെ പരീക്ഷിക്കേണ്ടതിന് കടന്നു വരികയാണ്. സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട്, നീ വീണാൽ അല്ലെങ്കിൽ വീഴാതെ വണ്ണം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ദേവാലയ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അവിടെ പറയുകയാണ്, എന്നെ കൈകൾ വഹിച്ചുകൊള്ളും എന്നുള്ളത് ദൈവവചനമാണ്, അത് സത്യമാണ്. എന്നാൽ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആ പരീക്ഷയിലും വിജയം വരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് പിശാച് ലോകത്തിന്റെ എല്ലാ മഹത്വവും യേശു കർത്താവിനെ കാണിച്ച ശേഷം പറയുകയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരും എന്നാണ്. യേശു ക്രിസ്തു ആ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, ശാപത്തിന് അധീനമായി തീർന്ന ഭൂമിയെ വീണ്ടെടുക്കുവാൻ തൻ്റെ വിലയേറിയ രക്തം ക്രൂശിൽ ചൊരിഞ്ഞ് പാപപരിഹാരം വരുത്തി തന്നെ താൻ അർപ്പിച്ച് തൻ്റെ വരവിന്റെ ഉദ്ദേശം നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. എന്നാൽ ഈ മൂന്നാമത്തെ പരീക്ഷയിലും കർത്താവ് ദൈവത്തിന്റെ വചനവുമായി സാത്താനെ എതിരിടുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് അവനോട് പറയുകയുണ്ടായി. ഏതൊരു വിശ്വാസിയും സ്നാനപ്പെട്ട് ആ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് മുന്നോട്ട് കടന്നു വരുന്ന മാത്രയിൽ പിശാച് പരീക്ഷകളുമായി കടന്നു വരും എന്നുള്ളത് നമ്മെ ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ സാത്താനെ ജയിക്കുവാൻ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്താൽ സാത്താനെ നേരിടേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് കർത്താവ് ഗലീലയിലെ ആ പള്ളിയിൽ പതുപോലെ ആ പള്ളിയിൽ ചെല്ലുകയും അവിടെ യേശു കർത്താവിന് വായിക്കുവാനായിട്ട് ഒരു പുസ്തക ചുരുൾ നൽകുകയും ചെയ്തു. എന്നാൽ യേശു കർത്താവ് അതിൽ നിന്നും ഒരു തിരുവചന ഭാഗം
വായിച്ച് കേൾപ്പിച്ചു. യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. അത് വായിച്ച ശേഷം കർത്താവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഈ പ്രവചന ഭാഗം വായിച്ചു കേട്ടപ്പോൾ അത് എന്നിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവ്, പിതാവായ ദൈവം കർത്താവിനെ അഭിഷേകം ചെയ്തത്, ആ ദൈവത്തിന്റെ ആത്മാവിനെ അവന്റെ മേൽ അയച്ചത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ ആണ് എന്ന് കർത്താവ് പറയുകയാണ്. അതിന് കർത്താവ് അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ വിട്ടയക്കുന്നതിനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുന്നതിനും പിതാവായ ദൈവം തന്നെ അഭിഷേകം ചെയ്ത് നിയോഗിച്ചിരിക്കുന്നു എന്ന് താൻ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുകയാണ്. എന്നാൽ യേശുവിനെ യഹൂദന്മാർ തിരസ്കരിക്കുകയും അവനെ നഗരത്തിന്റെ അരികിലുള്ള ഒരു കുന്നിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ സമയം അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് അവർക്ക് യേശുവിനെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്നും യേശു അനേകരെ സൗഖ്യമാക്കുന്നതായിട്ട് നാം കാണുന്നു. യേശു ഗലീല കടൽപ്പുറത്തൂടെ നടക്കുമ്പോൾ മീൻപിടുത്തക്കാരായ ശീമോൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കാണുകയും അവരെ തന്നെ അനുഗമിക്കുവാനായിട്ട് വിളിക്കുകയും ചെയ്യുന്നു. അവർ വള്ളവും പടകിനെയും ഒക്കെ വിട്ടിട്ട് കർത്താവിനെ അനുഗമിപ്പാനായിട്ട് ഇറങ്ങി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ശീമോൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരാണ് കർത്താവിന്റെ ആദ്യ ശിഷ്യന്മാരെന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. തുടർന്ന് യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതായിട്ട് 5:12 നമ്മൾ കാണുന്നു. യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. അതുപോലെ ശിഷ്യന്മാരിൽ ഒരുവനായ മത്തായിയെ യേശു ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന കാര്യം നമുക്ക് 5-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാം. കരം വിധിച്ചുകൊണ്ടിരുന്ന ലേവിയെ കണ്ടിട്ട് കർത്താവ് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. കർത്താവിന്റെ വിളി അതിന്റെ പ്രത്യേകതയാണ്. ലേവി തന്റെ സകല ജോലിയും വിട്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയായി തീർന്നത്. ഈ കർത്താവിന്റെ വിളി എത്രയും ശ്രേഷ്ഠമേറിയതാണ്. നമ്മെ ഓരോരുത്തരെയും സ്വർഗീയ വിളി കൊണ്ട് കർത്താവ് വിളിച്ചിരിക്കുന്നു. തന്നെ അനുഗമിക്കുവാൻ, തന്റെ പിന്നാലെ പോകുവാൻ ലേവിയെ പോലെ നമുക്കും ഇടയായി തീരട്ടെ. തുടർന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നുള്ള പരീശന്മാരുടെ വിമർശനത്തിന് കർത്താവ് മറുപടി നൽകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ കതിർ പറിച്ചു തിന്നു. അത് ശബത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് പരീശന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ശബത്തിൽ കതിർ പറിക്കുന്നത് വിഹിതമോ എന്ന്. എന്നാൽ കർത്താവ് പറയുകയാണ്, ശബത്ത് ദൈവം മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, മനുഷ്യൻ ശബത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നാം ആ ഭാഗങ്ങളിൽ വായിക്കുന്നു. തുടർന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കർത്താവ് നടത്തിയത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. നാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മംഗളകരമാക്കി തീർക്കുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ അസ്ഥാനത്തായി പോകും എന്നുള്ളതിന് 2 പക്ഷമില്ല. ഇവിടെ തുടർന്ന് യേശു ബഹുജനത്തെ സുഖപ്പെടുത്തുന്നതായിട്ട് നാം വായിക്കുന്നു.
അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആരാണ് ആ സൗഭാഗ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത് എന്നുള്ള കാര്യം വിശദമാക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് തുടങ്ങി അനവധി ഭാഗ്യവർണ്ണന കർത്താവ് അവിടെ നിരത്തുകയാണ് ചെയ്യുന്നത്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പഠിപ്പിച്ചത് ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ്. കർത്താവ് പറയുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കുവാനായിട്ട് കൽപ്പനയുണ്ട്, ശത്രുവിനെ പകയ്ക്കുവാനായിട്ട് കൽപ്പനയില്ല. എന്നാൽ വേദപുസ്തകം വ്യാഖ്യാനിച്ച ആ ശാസ്ത്രിമാർ അവർ അയൽക്കാരനെ സ്നേഹിക്കുവാൻ, കൂട്ടുകാരനെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ശത്രുവിനെ പകയ്ക്കുവാനായിട്ട് ജനത്തെ പഠിപ്പിച്ചു. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക, അവന് വിശക്കുമ്പോൾ അവന് ആഹാരം കൊടുക്കുക, അവനോട് മനസ്സിലുള്ളവരായിരിക്കുക. ആ നിലയിൽ അവരെ ആ ശത്രുക്കളെയും മിത്രങ്ങളാക്കി തീർക്കുവാൻ കഴിയും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അന്യരെ വിധിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. വിധിയും ന്യായങ്ങളും എല്ലാം ദൈവം അധികാരികളെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അന്ത്യ ന്യായവിധി കർത്താവിൻ്റെതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് വൃക്ഷവും ഫലവും എന്ന വിഷയത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. കർത്താവ് ഫലവൃക്ഷത്തെ നടുന്നു, അതിനെ നനയ്ക്കുന്നു, അതിനെ വളരുമാറാക്കുന്നു, അതിന് വേലി കെട്ടുന്നു, അതിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കുന്നു. എന്നാൽ മനുഷ്യൻ നല്ല ഫലം കായ്ക്കാത്ത അവസ്ഥയിലേക്ക് മാറിയാൽ അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ കടന്നു വരും എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ ഉറപ്പുള്ളതായിരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. അതുപോലെ പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം പടുതു ഉയർത്തുവാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു ശതാധിപന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ ശതാധിപന്റെ ബാല്യക്കാരൻ സുഖമില്ലാതിരിക്കുമ്പോൾ യേശുവിനെ ആ വിവരം അറിയിച്ചു. യേശു ആ ശതാധിപന്റെ ഭവനത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ ശതാധിപൻ ആ വീട്ടിൽ നിന്ന് എതിരേൽക്കുവാനായിട്ട് കടന്നു വന്ന ശേഷം പറയുന്ന വാക്കുകൾ, ഇനി ഗുരുവിനെ ബന്ധപ്പെടുത്തേണ്ട, എൻ്റെ പുരയ്ക്കകത്തേക്ക് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കും എന്ന് ആ ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിക്കുകയും അവന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. വീണ്ടും 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നയീനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. വിലാപയാത്രയായി ആ സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്ന ആ വലിയ ജനാവലിയെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ആ ശവമഞ്ചത്തെ തൊട്ട് അവനെ, ആ ബാല്യക്കാരനെ ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രോഗത്തിന്മേൽ മാത്രമല്ല, പ്രകൃതി ശക്തിയുടെ മേൽ മാത്രമല്ല, മരണത്തിന്മേലും അധികാരമുള്ളവനായ കർത്താവെന്ന് പിന്നെയും ഈ പ്രവൃത്തിയാൽ തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് യേശുവും യോഹന്നാൻ സ്നാപകനും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെടേണ്ടതിനായിട്ട് ആ തടങ്കലിൽ കിടക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നും യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുന്നു. കർത്താവ് അതിന് മറുപടിയായി പറഞ്ഞത്,
കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെയും ചെന്ന് യോഹന്നാനോട് അറിയിക്കുക എന്ന് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമ പ്രവചനങ്ങളിൽ മശിഹ വരുമ്പോൾ ആ മശിഹ മുഖാന്തരം മുടന്തർ നടക്കും, കുരുടർ കാണും, ആ രോഗികൾ സൗഖ്യമാകും എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവചനങ്ങളുടെ നിവൃത്തീകരണം യേശുവിൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് ആ യോഹന്നാനെ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിന്നീട് പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കിലേക്ക് യഹൂദന്മാർ ന്യായം വിധിക്കേണ്ടതിന് കൊണ്ടുവരികയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന്. എന്നാൽ ഓരോരുത്തരും മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം കടന്നുപോയി. അവസാനം സ്ത്രീ മാത്രം ശേഷിച്ചു. യേശു പറഞ്ഞു, സ്ത്രീയെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ആ സ്ത്രീ ഇല്ല കർത്താവേ എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമാധാനത്തോടെ അയക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. പല ഉപമകളാൽ കർത്താവ് ആ കാര്യം പറയുന്നുണ്ട്. വിതയ്ക്കുന്നവന്റെ ഉപമ, ആ വിതയ്ക്കുവാൻ പുറപ്പെട്ട ആ കർഷകൻ വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, അത് കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല, പറവകൾ അത് കൊത്തിക്കൊണ്ടുപോയി. ചിലത് അധികം മണ്ണില്ലാത്ത പാറ സ്ഥലത്ത് വീണു, അത് മുളച്ചുവെങ്കിലും വേരില്ലായകയാൽ വേഗത്തിൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുളച്ചുവെങ്കിലും മുള്ള് അതിനെ ഞെരുക്കി കളകയാൽ അതിന് ഫലം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനിയായി വിളഞ്ഞു. അതുപോലെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ, ആകാംക്ഷയുള്ള ഹൃദയങ്ങളിൽ ദൈവവചനമാകുന്ന വിത്ത് പതിക്കപ്പെടുമ്പോൾ അവൻ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക്, ജീവൻ പ്രാപിച്ച് വളർന്ന് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആ വഴിയരികിൽ വീണതുപോലെ ആ കഠിന ഹൃദയങ്ങളിൽ വീഴുന്ന വിത്തുകൾ ഫലം നൽകുന്നില്ല, അത് പറവ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. ഇവിടെ പറവ എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വിത്തുകളെ പെറുക്കിയെടുക്കുന്ന സാത്താനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കർത്താവ് വിളക്കിന്റെ ഉപമ പറയുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴ് വയ്ക്കരുത്, തണ്ടിന്മേൽ വയ്ക്കണം എന്ന് കർത്താവ് പറയുകയാണ്. പലപ്പോഴും നമ്മിൽ കത്തിച്ചിരിക്കുന്ന ആത്മീയ വിളക്ക് നമ്മുടെ ഭൗതികമായ ബിസിനസ്സും മറ്റ് കാര്യങ്ങളുടെയും അടിയിൽ മറയ്ക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ അങ്ങനെ ആ സാഹചര്യങ്ങൾ കൊണ്ട് മറയ്ക്കാതെ, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ കർത്താവ് എന്നിൽ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ആ ദീപം കൊളുത്തിയിരിക്കുന്നു, അത് ലോകത്തിലുള്ള എല്ലാവരും അറിയണം, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം, അനേകരെ ഞാൻ ക്രിസ്തുവിലേക്ക് ആനയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷക്തരാക്കി തീർക്കുന്നത് എന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് കർത്താവും ശിഷ്യന്മാരും തടാകത്തിന്റെ മറുകരയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കാറ്റും കൂളും ഏറി വന്നു, കടൽ കോപിച്ചു, ആ പടക് മുങ്ങുമാറായ സാഹചര്യം. എന്നാൽ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നതായിട്ട് ആ 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ 25 വരെയുള്ള ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിലും അനേകം കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കർത്താവിൽ നാം ശരണപ്പെടുമ്പോൾ ആ കർത്താവ് കാറ്റിനെ ശാന്തമാക്കി പ്രശ്നങ്ങളെ പരിഹരിച്ച് ശാന്തത തരുവാൻ ശക്തിയുള്ള കർത്താവാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നു. തുടർന്ന്
യായിറോസിന്റെ മകളുടെ ഉയർപ്പ്, അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുവാനായിട്ട് കർത്താവ് പോകുന്ന യാത്രാമധ്യേ തന്നിലുള്ള വിശ്വാസത്തോടെ കടന്നു വരുന്ന ഒരു രക്തസ്രാവമുള്ള സ്ത്രീ തന്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ, വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ, യേശുവിലുള്ള വിശ്വാസത്തോടുകൂടെ കടന്നു വരുന്നു. യേശുവിനെ തന്റെ തൊങ്ങൽ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ പ്രവൃത്തികൾ നാം എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത വിധം അത് ഏറ്റവും അധികമാണ്, എണ്ണത്തിൽ ഏറ്റവും കൂടുതലാണ് എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിന്റെ ആ പ്രവൃത്തികളിൽ നമുക്ക് സമ്പൂർണമായി ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യാം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നു. ആ നാളുകളിൽ യേശു ആ പ്രദേശങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ, തന്റെ പഠിപ്പിക്കലുകൾ, ഇവയൊക്കെ കേട്ടിട്ട് ഹെരോദ രാജാവ് സഞ്ചരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ആ ഹെരോദാവ് രാജാവ് പറയുകയാണ്, ഞാൻ ശിരച്ഛേദം ചെയ്യിച്ച യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാകുന്നു ഈ വിധമുള്ള പ്രവൃത്തികൾ യേശുവിന് ചെയ്യുവാൻ കഴിയുന്നത് എന്ന് ഹെരോദാവ് പറഞ്ഞ് ഭയപ്പെടുന്നതായി നാം വായിക്കുന്നു. 10-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പത്രോസ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഏറ്റുപറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യം യേശു കർത്താവ് ഏറ്റുപറയുന്നതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അനുഗമിക്കുന്നവർ സകലവും ത്യജിച്ച് കർത്താവിനെ അനുഗമിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. ഇതിന് നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം സ്വയത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. സ്വയത്യാഗം, അത് നമ്മുടെ ജീവിതത്തെ 9-ാം അധ്യായത്തിന്റെ 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ രൂപാന്തരത്തെ കുറിച്ചാണ് കാണുന്നത്. കർത്താവ് യാക്കോബ്, യോഹന്നാൻ, ശിമോൻ പത്രോസ് എന്നിവരെ കൂട്ടി ഉയർന്ന ഒരു മലയിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് യേശു കർത്താവ് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും അവനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു എന്നും സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്ന പ്രഖ്യാപനവും ഉണ്ടായതായി നാം ആ ഭാഗത്ത് നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് അശുദ്ധാത്മാവുള്ള ആ ബാലനെ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നാൽ ശിഷ്യന്മാരോട് നേരത്തെ തന്നെ ആ ബാലനെ സൗഖ്യമാക്കുവാനായിട്ട് അപേക്ഷിച്ചു, എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയോടുകൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അവർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ആ തർക്കവും അവിശ്വാസവും ഉള്ളവരായിരുന്നു എന്നുള്ള കാര്യം നാം അവിടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായിട്ട് 70 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. ആ 70 പേർ മടങ്ങി വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനോട് പറയുന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞ മറുപടി, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. ഭൗതികമായ രോഗസൗഖ്യവും അത് താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് കർത്താവിലൂടെ ലഭിക്കുന്ന ആ നിത്യജീവൻ അത് ശ്രേഷ്ഠമാണ്, എന്നേക്കുമുള്ളതാണ്. ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത നിത്യജീവനാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ശമരിയക്കാരന്റെ ഉപമയാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് കർത്താവിനോട് ചോദിക്കുന്നതിന് മറുപടിയായി കർത്താവ് കൊടുക്കുന്ന ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരന്റെ ഉപമ. അവനോട് കരുണ കാണിച്ചവനാണ് കൂട്ടുകാരനെന്ന് കർത്താവിന്റെ അന്ത്യത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവ് പലപ്പോഴും വന്നു പാർത്തിരുന്ന ബെഥാന്യയിലെ ഒരു ഭവനമാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആ ഭവനത്തിൽ കർത്താവിനെ സ്വീകരിച്ചതും മാർത്ത കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതുമായ കാര്യങ്ങൾ ഈ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പ്രാർത്ഥനയെ പറ്റിയുള്ള ഉപദേശം നൽകുകയാണ്. ആ സ്നേഹിതന് വേണ്ടി അപ്പം യാചിക്കുന്ന മറ്റൊരു സ്നേഹിതന്റെ ആ ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും എന്ന് കർത്താവ് പഠിപ്പിക്കുക. ആ പ്രാർത്ഥന അത് വിശ്വാസത്തോടു കൂടിയതായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ നിന്ന് കർത്താവിനോട് യാചിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ആ നിലയിൽ ആ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നീട് താൻ അത്ഭുതങ്ങളെ ചെയ്ത ആ ജനങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്ന ചില ആക്ഷേപങ്ങളാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് യേശു ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ള ആക്ഷേപം. എന്നാൽ കർത്താവ് അതിന് തക്കതായ മറുപടി നൽകുന്നു. തുടർന്ന് കർത്താവിനോട് ഒരു അടയാളം ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്കില്ല എന്നാണ്. എന്താണ് യോനയുടെ അടയാളം? യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നു. ഇതുപോലെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും എന്ന് തൻ്റെ മരണാനന്തരമുള്ള അവസ്ഥയെ കർത്താവ് മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കർത്താവ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കപടഭക്തിക്കാരായ ശാസ്ത്രിമാർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് 6 കഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കപടഭക്തിക്കെതിരായ മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നുണ്ട്. അതുപോലെ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമുള്ള പ്രോത്സാഹനം കർത്താവ് നൽകുന്നു. വയലിലെ താമരയെ അണിയിക്കുന്ന ദൈവം, വാനിലെ പറവകളെ പുലർത്തുന്ന ദൈവം നിങ്ങളെയും പുലർത്തും, നിങ്ങളെയും ഒരു നാളും തള്ളിക്കളകയില്ല, അനാഥരായി വിടുകയില്ല, പട്ടിണിക്ക് ഇടുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. ആ നിലയിൽ ദൈവത്തിന്റെ കരുതൽ നമുക്ക് നൽകി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ഭാഗത്ത് ധനികനായ ഒരു മൂഢന്റെ ഉപമയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ വയൽ നന്നായി വിളഞ്ഞു. അവൻ അത് മനസ്സിലാക്കിയ ശേഷം പറയുകയാണ്, എൻ്റെ വയൽ നന്നായി വിളഞ്ഞിരിക്കുന്നു, ഞാനത് എൻ്റെ കളപ്പുരകൾ പൊളിച്ച് പുതിയവ പണിത് അവയിൽ ശേഖരിച്ചു വയ്ക്കും, എനിക്ക് ഏറിയ നാളത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ എനിക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറയും എന്ന് ആ മൂഢനായ വ്യക്തി പറയുകയാണ്. എന്നാൽ ദൈവം അവനോട് ചോദിക്കുന്നു, ഇന്ന് നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകാത്തവന്റെ കാര്യമെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പാഠം, നാം ഭൗതികത്തെക്കാളും
ദൈവവിഷയമായി സമ്പന്നരായി തീരണം. ആത്മീയ സമ്പത്താണ് നമ്മുടെ ശ്രേഷ്ഠമേറിയ സമ്പത്ത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഉണർന്നിരിക്കുന്ന ദാസന്മാരെ കുറിച്ചുള്ള ഉപമ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഉപമയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള പാഠം, കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഉണർന്നും പ്രാർത്ഥിച്ചും അവലോടും കൂടെ ഇരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിന്റെ 49 മുതൽ 59 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നു, ഞാൻ സമാധാനമല്ല ചിത്രമത്രേ വരുത്തുവാനായിട്ട് വന്നിരിക്കുന്നത് എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? പലരെയും കർത്താവ് സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച് വേർപെടുത്തി എടുക്കുന്ന കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. വിശ്വസിക്കുന്നവർ, സുവിശേഷം അനുസരിക്കുന്നവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും, അനുസരിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷം അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാൽ അവരെ ശുദ്ധീകരിക്കും. എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ന്യായവിധിയുടെ അഗ്നിയിലേക്ക് പോകേണ്ടി വരും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയാണ്. മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ ഒരത്തിവൃക്ഷം നട്ടുവളർത്തിയാൽ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ്. ഫലശൂന്യമായ അത്തിമരത്തിന്റെ ഉപമയിൽ കൂടി കർത്താവ് മാനസാന്തരപ്പെടുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ആ ജനത്തെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കൂനിയായ ഒരു സ്ത്രീയെ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മീയമായും കൂന് സംഭവിച്ചിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ദൈവസഭയിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തവരായി അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് നമ്മെ നിവർന്നു നിൽക്കുവാൻ, കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ശക്തരാക്കുവാൻ കഴിയും. കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നെല്ലാം കർത്താവെ എൻ്റെ കൂന് മാറ്റി എന്നെ നിവർന്നു നിൽക്കുവാൻ, എല്ലാവരുടെയും മുമ്പിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം അടുത്ത് ചെല്ലുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ശക്തീകരിക്കും, നമ്മുടെ ആത്മീയ കൂന് മാറ്റും, ഭൗതികമായ രോഗങ്ങളും കർത്താവ് മാറ്റിത്തരും എന്ന് കർത്താവ് പഠിപ്പിക്കുക. തുടർന്ന് 2 ഉപമകളാണ്. ഒന്ന് കടുകുമണിയെ കുറിച്ചുള്ള ഉപമ. കടുകുമണി ഏറ്റവും ചെറുതാണെങ്കിലും അത് ആ ഭൂമിയിൽ വിതയ്ക്കുന്നു, അതൊരു വലിയ വൃക്ഷമായി മാറ്റപ്പെടുന്നു എന്നാണ്. അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സാദൃശ്യമാണ് അതിലൂടെ കാണുന്നത്. സുവിശേഷം ഏറ്റവും ചെറുതായ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അത് ലോകമെമ്പാടും പരന്ന് അനേകായിരങ്ങളെ ആ ദൈവരാജ്യത്തിലേക്ക് ചേർക്കുവാൻ മതിയായ സന്ദേശമാണ് സുവിശേഷ സന്ദേശം. അതുപോലെ പുളിച്ച മാവിനെ കുറിച്ചുള്ള ആ ഉപദേശത്തോടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ അംശം പുളിച്ച മാവ് ആ പിണ്ടത്തിൽ ചേർക്കുമ്പോൾ ആ പിണ്ടം മുഴുവനും അതിവേഗം പുളിച്ചതായി തീരുന്നത് പോലെ ആ സുവിശേഷം ലോകമെങ്ങും വേഗത്തിൽ പരക്കുന്നതായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കർത്താവിന്റെ ആഹ്വാനം ഇടുങ്ങിയ വാതിലൂടെ കടക്കുവാൻ പോരാടണം എന്നുള്ളതാണ്. 13-ാം അധ്യായത്തിന്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അങ്ങനെ ആഹ്വാനം ചെയ്യാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവീൻ എന്നുള്ളതാണ്. പലതിനെയും ഉപേക്ഷിക്കേണ്ടത്, ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ
ആ വഴി ഞെരുക്കവും ഇടുക്കവും ഒക്കെ ഉള്ളതാണ്. എന്നാൽ അതിൻ്റെ ആദ്യത്തിൽ നാം എത്തിച്ചേരുന്നത് ഒരു ശുഭ തുറമുഖത്താണ്, നിത്യതയുടെ വാതിലിലാണ്, ആ രക്ഷയുടെ ആ സന്തോഷം അനുഭവിക്കുന്ന അനുഭവത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാനായിട്ടുള്ള ആ ആഹ്വാനത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് 13:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേമിനെ കുറിച്ച് കർത്താവ് വിലപിക്കുകയാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറയുകയും യെരൂശലേമിനെ ഓർത്ത് കരയുകയും ചെയ്യുകയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അത് തീരുന്ന കാലത്തെ ഓർത്തിട്ട് കർത്താവ് വിലപിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ മഹോദരമുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ഉപദേശമാണ്. അനേകർ മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ആ ഇരിപ്പിടങ്ങളിലേക്ക് പോയിരിക്കുക. നിങ്ങളെ മാനിക്കുന്നവൻ, നിങ്ങളെ ക്ഷണിച്ചവൻ കടന്നു വരുമ്പോൾ സഹോദര ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളെ മാനിക്കും, നിങ്ങൾക്ക് അർഹമായ സ്ഥാനം തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നാം എപ്പോഴും വിനയമുള്ളവരായി ദൈവം പ്രവർത്തിക്കുന്നതുവരെയും നമ്മൾ കാത്തിരിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അതിപ്രധാനമായ ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത്. അത് ഒരു വലിയ വിരുന്നിന്റെ ഉപമ. ഒരു രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കി അതിലേക്ക് അനേകരെ ക്ഷണിച്ചു. എന്നാൽ ആ ക്ഷണം പലരും ത്യജിച്ചു കളഞ്ഞു. എന്നാൽ കർത്താവ് തന്റെ ദാസന്മാരെ അയച്ച് കാണുന്ന ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാവരെയും എല്ലാ സ്ഥാനങ്ങളിൽ പോയി വിളിച്ചു കൊണ്ടുവരുവാനായിട്ട് കൽപ്പിക്കുന്നു. അവരെയൊക്കെ ആ കല്യാണ സദ്യയിലേക്ക്, ആ വിരുന്നുശാലയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള പ്രവേശനത്തിന് നിദാനമായി അവിടെ രാജാവ് കൊടുത്തത് ഒരു കല്യാണ വസ്ത്രമാണ്. സ്വന്തം വസ്ത്രം കൊണ്ട് അവിടെ വരുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവ് തരുന്ന ആ വസ്ത്രം ആ കല്യാണ വിരുന്നിലേക്കുള്ള പ്രവേശനത്തിന് മുഖാന്തരമായി തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ കല്യാണ വസ്ത്രം ധരിക്കാതെ കയറിയിരുന്ന വ്യക്തിയെ, സ്നേഹിത നീ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് അവനെ കൈയും കാലും കെട്ടി ആ നിത്യാഗ്നിയിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്ഷ അത് ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നേടുന്നതല്ല എന്ന് അനവധി വാക്യങ്ങളിൽ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിപ്രധാനമായിട്ടും എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്ഷ ദൈവത്തിന്റെ കൃപയാണ്. രക്ഷാ വസ്ത്രം അവിടുന്ന് തരുന്ന ദാനമാണ്. അത് ധരിച്ച് അവനോടൊപ്പം പന്തിയിലിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. 14-ാം അധ്യായത്തിന്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷിത്വത്തിലേക്കുള്ള പാത എങ്ങനെയുള്ളതാണ് എന്ന് കർത്താവ് പറയുക. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെയിരിക്കുന്നു, ചാകുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കുന്നു. നമ്മളും അതുപോലെ നമ്മളെ തന്നെ ത്യജിച്ച് കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മിലൂടെ അധികം ഫലം കായ്ക്കുവാനായിട്ട് ദൈവത്തിന് സാധ്യമാകും. ദൈവം അതിനെ അങ്ങനെ ഇടയാക്കി തീർക്കും. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ താഴുവാൻ, അവനായിട്ട് നമ്മളെ ഇല്ലാതാക്കുവാൻ, അവൻ നമ്മിൽ പുതിയ ഫലങ്ങൾ ഉളവാക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് നാം വായിക്കുന്നു. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
അതിപ്രധാനമായ ചില ഉപമകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാനസാന്തരപ്പെടുന്നവരെ, ചുങ്കക്കാരെയും പാപികളെയും സ്വീകരിക്കുന്നത് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ട് കർത്താവ് പാപികളെ കൈക്കൊള്ളുന്നത് എന്ന് കാണിക്കുവാൻ 3 ഉപമകൾ കർത്താവ് അവരോട് പറയുകയാണ്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, നഷ്ടപ്പെട്ട പുത്രൻ. ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് മാനസാന്തരപ്പെടുന്ന ചുങ്കക്കാരെയും പാപികളെയും കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള വിവരം അവരെ ബോധ്യമാക്കുകയാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ആടിനെ കുറിച്ച് പറയുകയാണ്. ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. അവയിൽ 1 കാണാതെ പോയി. എന്നാൽ കാണാതെ പോയ ഒന്നിനു വേണ്ടി 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയൻ. കണ്ടെത്തിയ ശേഷം തോളിൽ വഹിച്ച് വീട്ടിലെത്തി വീട്ടിലുള്ളവരെയും അയൽക്കാരെയും എല്ലാം വിളിച്ച് സന്തോഷിക്കുന്ന ആ ഇടയൻ. ഇതുപോലെ കാണാതെ പോയിരുന്ന നമ്മെ, നഷ്ടപ്പെട്ടിരുന്ന നമ്മെ, പാപത്തിന്റെ കുഴിയിൽ വീണിരുന്ന നമ്മെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന നല്ല ഇടയനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അവൻ നമ്മെ തോളിൽ വഹിച്ച് ആ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ച് സന്തോഷിക്കുന്ന ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമുക്ക് ഇവിടെ കർത്താവ് ഈ ഉപമയിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. കാണാതെ പോയ നാണയത്തിന്റെ ഉപമ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിലൊന്ന് കാണാതെ പോയി. അത് നഷ്ടപ്പെട്ടത് വീട്ടിലാണ്. ആട് നഷ്ടപ്പെട്ടത് കാട്ടിലാണെങ്കിൽ ഇവിടെ ഇത് നഷ്ടപ്പെട്ടത് വീട്ടിലാണ്. അവിടെ അത് കണ്ടുകിട്ടുവാൻ പ്രയാസമായിരുന്നത് അവിടെ വെളിച്ചമില്ല എന്നുള്ളതായിരുന്നു. വിളക്ക് കത്തിച്ച് വെളിച്ചം അവിടെ വന്നപ്പോൾ ആ കാണാതെ പോയതിനെ കണ്ടെടുക്കുവാനായിട്ട് സാധ്യമായി തീർന്നു. നമ്മുടെ ഈ ഭവനങ്ങളിൽ പലപ്പോഴും ഈ നഷ്ടപ്പെടലിന്റെ കാരണം ദൈവവചനമാകുന്ന വിളക്ക് പ്രകാശിക്കാതിരിക്കുന്നത് കൊണ്ടാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ കാണാതെ പോയ മകന്റെ ഉപമ ലോകപ്രസിദ്ധമായ ഒരു ഉപമയാണ്. പിതാവിന്റെ സന്നിധിയിൽ നിന്നും ദൂരദേശത്തേക്ക് പോയ, കൂട്ടുകാരോടൊത്ത് സന്തോഷിക്കുവാൻ കടന്നുപോയ അവസാനം ക്ഷാമം വന്നപ്പോൾ ആ കൂട്ടുകാരെല്ലാം അവനെ കൈവിടിഞ്ഞു. എന്നാൽ അവന് സുബോധം വന്ന് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങുന്നു. അപ്പൻ അവനെ ദൂരവേ വെച്ച് കണ്ടു, അവനോട് മനസ്സലിഞ്ഞു, അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അവന്റെ കാലിന് ചെരുപ്പ് കൊടുത്തു, അവന് വസ്ത്രം കൊടുത്തു, അവന് കൈക്ക് മോതിരം കൊടുത്തു, അവനെ വിരുന്നൊരുക്കി. വാദ്യഘോഷങ്ങൾ കൊണ്ട് അവിടെ പാടി സന്തോഷിക്കുന്നു. ആ സ്വർഗീയ കാണാതെ പോയ പുത്രന്റെ മടങ്ങി വരവിൽ, ആ മാനസാന്തരപ്പെടുന്ന പാപികളുടെ മടങ്ങി വരവിനെ പോലെ സാദൃശ്യപ്പെടുത്തി കർത്താവ് പറയുകയാണ്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അപ്പന്റെ ഭവനത്തിൽ പാർത്തിരുന്ന മൂത്തപുത്രൻ, അവൻ ഒരു അടിമയെ പോലെ സന്തോഷമില്ലാത്തവനായി അപ്പന്റെ കൂടെ ജീവിക്കുകയാണ്. എന്നാൽ അപ്പൻ അവനോട് പറയുകയാണ്, നീ കടന്നു വരിക, സന്തോഷിക്കുക, എൻ്റേതെല്ലാം നിന്റേതാണ്, നിനക്കുള്ളത് നീ എടുത്ത് സന്തോഷിക്കുവാൻ ഇവിടെ ഈ ഭവനത്തിൽ ഞങ്ങളോടൊപ്പം സന്തോഷിക്കുവാൻ അവനെ സ്നേഹപൂർവം ആ അപ്പൻ ക്ഷണിക്കുന്നു. എങ്കിലും അപ്പന്റെ സ്നേഹത്തിന്റെ വിളി തിരസ്കരിച്ച് ആ മൂത്തപുത്രൻ എങ്ങോട്ടോ മറഞ്ഞു. ഇന്നും ഭവനത്തിൽ പാർക്കുന്നു എന്ന് പറയുന്ന വിശ്വാസികൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കാത്തവരായി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അനീതിയുള്ള കാര്യവിചാരകന്റെ ഉപമയാണ് കർത്താവ് കാണിക്കുന്നത്. അവൻ അനീതി ചെയ്തതിനെ അല്ല, അവൻ ഭാവിയെ കുറിച്ച് ബുദ്ധിപൂർവമായി പ്രവർത്തിച്ചതിനെയാണ് കർത്താവ് പ്രകീർത്തിക്കുന്നത്. നാം നമ്മുടെ കാണുന്നതിനെയല്ല, കാണാത്തതിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു.
ധനത്തിന്റെ ശരിയായ വിനിയോഗം എങ്ങനെയായിരിക്കണമെന്ന് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കും. 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വളരെ സുപരിചിതമായ, ലോക പ്രസിദ്ധമായ ഒരു ഉപമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ധനവാന്റെയും ലാസറിന്റെയും ജീവിതത്തിന്റെ 2 ഘട്ടങ്ങൾ. ലാസർ, യഹോവ എൻ്റെ സഹായകൻ, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ഈ ഭൂമിയിൽ ദരിദ്രനായി ജീവിച്ചു. എന്നാൽ അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നാം വായിക്കുന്ന 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ഇവിടെ ആശ്വസിക്കുന്നു എന്നാണ് അബ്രഹാം പറയുന്നത്. എന്നാൽ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ വിശ്വസിക്കാതെ, മാനസാന്തരപ്പെടാതെ ഈ ഭൂമിയിൽ ആഡംബരത്തോട് ജീവിച്ച ആ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ അവൻ യാതനാ സ്ഥലത്തേക്ക്, വേദനയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. അതിന്റെ കാരണം അവിടെ ആ ധനവാൻ പറയുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടില്ല, എൻ്റെ സഹോദരങ്ങളെങ്കിലും മാനസാന്തരപ്പെടുവാൻ ഇടയാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ഹൃദയവാഞ്ച. എന്നാൽ അബ്രഹാം പറയുന്നു, നീ അവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ നീ ഈ യാതനയിലേക്ക് കടന്നു വന്നു. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ, നമുക്ക് ദൈവത്തിന്റെ സന്താനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒറ്റ വഴി വിശ്വാസം എന്നുള്ളതാണ്. മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ലോകത്തിന് നൽകിയ സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ മരണത്തെയും ആ പ്രായശ്ചിത്ത ബലിയെയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചുള്ളതാണെന്ന് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മോശയുടെയും പ്രവാചകന്മാരുടെയും ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായി ലോകത്തിൽ വന്ന യേശുവിനെ ശരണമാക്കി ആത്മരക്ഷ കണ്ടെത്തി നിത്യതയിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ പഠിപ്പിക്കലുകളാണ് പിന്നെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്താതെ സൂക്ഷിക്കുക. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്ന് കർത്താവ് ഉപദേശിക്കുക. ക്ഷമ ഏതു വിധത്തിലായിരിക്കണം, എത്ര വട്ടം ക്ഷമിക്കണം എന്ന് കർത്താവ് 3-4 വാക്യങ്ങളിലായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. 70 വട്ടം ക്ഷമിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുക. അതുപോലെ കടുകുമണിയോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്ന് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്നു. കടുകുമണിയോളമുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിശ്വാസമല്ല, പിന്നെയോ നിറഞ്ഞ വിശ്വാസമാണ്. ആ അവിശ്വാസത്തിന് ഒരു സ്ഥാനവുമില്ലാത്ത വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ക്ഷീണിച്ച് ഇരിക്കുന്ന സമയമായാലും ഒരു ദാസൻ യജമാനു വേണ്ടി ചെയ്യുന്നത് കടമ മാത്രമാണ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്രയോജനദാസൻ എന്ന് പറയുവാൻ അവന് ഇടയാകണം എന്നാണ് പറയുന്നത്. നാം നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കടമ മാത്രമാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്തത് അവന്റെ മനസ്സലിവാണ്, അവന്റെ സ്നേഹമാണ്. എന്നാൽ നാം അവനെ സ്നേഹിക്കുവാൻ, അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും എത്ര ക്ഷീണിതരായിരുന്നാലും കർത്താവിന് വേണ്ടി ആ സേവ ചെയ്യുവാൻ നാം ഒരുക്കപ്പെട്ടവരായിരിക്കട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതായിട്ട് നാം കാണുന്നു. പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിക്ക എന്ന് കർത്താവ് പറഞ്ഞു. അവർ പോകുന്ന മാത്രയിൽ അവർ സൗഖ്യമായി. എന്നാൽ സൗഖ്യമായവരിൽ ഒരുവൻ മാത്രമാണ് മടങ്ങി വന്നത്. അവൻ വന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിക്കുന്നു, 10 പേർ സൗഖ്യമായില്ലേ? ബാക്കി 9 പേർ എവിടെ? അനേകർ കർത്താവിന്റെ കൃപയാലുള്ള ആത്മരക്ഷ
പ്രാപിക്കുന്നു. എന്നാൽ അവനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുവാനും എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പോലെ ദൈവം നമുക്ക് ചെയ്ത പാപകുഷ്ഠത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ നാം കടപ്പെട്ടവരായിരിക്കുന്നു എന്ന് ഈ ചരിത്രം, ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 7-ാം അധ്യായത്തിന്റെ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവിക ഭരണം നടത്തുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നവർ ദൈവിക ഭരണത്തിന്റെ കീഴിലാകുന്നു, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാകുന്നു. ആ കർത്തൃത്വത്തെ ഏറ്റെടുത്തുകൊണ്ട്, അവന്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ ഇടയായി തീരണം എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. മനുഷ്യപുത്രന്റെ വരവും മുന്നറിയിപ്പുകളുമാണ് അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവജനം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം മാത്രമേ ഈ ഭൂമിയിൽ ന്യായവിധി വരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ധരണത്തിൽ സോദോമിൽ ആയിരുന്ന ലോത്തും കുടുംബവും അവിടെ നിന്ന് ഓടിപ്പോയതിന് ശേഷമാണ് അവിടെ ന്യായവിധി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടകാലം ഭൂമിയിൽ ഉണ്ടാകും എന്ന് നമ്മെ മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത്. 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിധവയും ന്യായാധിപനും എന്നുള്ള ആ ഉപമ അല്ലെങ്കിൽ ആ സാദൃശ്യം അവിടെ കർത്താവ് പറയുകയാണ്. ഒരു ദൈവഭയം ഇല്ലാതിരുന്ന ഒരു ന്യായാധിപനായിട്ടും മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപൻ അവന്റെ അടുക്കൽ അനേക പ്രാവശ്യം വന്ന് മുട്ടിപ്പായി അപേക്ഷിച്ച വിധവയ്ക്ക് അവളുടെ കാര്യം പ്രതിക്രിയ നടത്തി അവളെ രക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. അതുപോലെ അങ്ങനെയെങ്കിൽ അനീതിയുള്ള ആ ന്യായാധിപൻ ആ വിധവയുടെ നിരന്തരമായ മുട്ടിപ്പിന് വഴങ്ങി അവൾക്ക് ദയ ചെയ്തുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി നന്മ നൽകും. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുവാൻ കടന്നുപോയ കാര്യം കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ചുങ്കക്കാരൻ അവൻ വളരെ താഴ്മയോടെ, ഹൃദയഭാരത്തോടെ, പശ്ചാത്താപത്തോടെ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ച് വിനയത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നവൻ യാചിക്കുന്നു. ദൈവം അവനോട് കരുണ കാണിച്ചു. എന്നാൽ നിഗളിയായ പരീശൻ അവൻ ദൈവസന്നിധാനത്തിൽ ചെന്ന് അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശംസിക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവന് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള കർത്താവിന്റെ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ, ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ, ആ അനുതാപത്തോടുള്ള പ്രാർത്ഥന, ആവശ്യബോധത്തോടുള്ള പ്രാർത്ഥന, ആ ദൈവത്തോട് പറ്റിച്ചേരുന്ന അനുഭവം, ആശ്രയം, അത് നമ്മെ ദൈവസഹായത്തിലേക്കും ദൈവികമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചരിത്രത്തിലൂടെ നമുക്ക് വിശദീകരണം തരികയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവിന്റെ അടുക്കിലേക്ക് ചില കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനെ കൊണ്ടുവരുന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ തടുക്കുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. സ്വർഗരാജ്യം
ഇങ്ങനെയുള്ളവരുടേത് അല്ലയോ? ശിശു തുല്യമായ ഹൃദയം, വിശുദ്ധിയുള്ള ഹൃദയം, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നമുക്ക് ശിശുതുല്യമായ ഹൃദയത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ധനവാനായ ഒരു പ്രമാണി യേശുവിന്റെ അടുക്കൽ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെല്ലുന്ന സന്ദർഭമാണ്. കർത്താവ് പറയുന്നു, ന്യായപ്രമാണം പ്രമാണിക്കുവാൻ. അവൻ പറയുന്നു, എന്റെ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നു എന്നാണ്. കർത്താവ് പിന്നെ അവനോട് പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്നെ അനുഗമിക്കുക, ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നു. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ അവൻ നിത്യജീവനേക്കാളധികം സമ്പത്തിനെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൻ പിന്നീട് കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാനോ കർത്താവിനെ അനുഗമിക്കുവാനോ അവന് ഇടയായില്ല എന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെക്കാൾ ഉപരി അപ്പനെയോ അമ്മയെയോ ധനത്തെയോ വീടിനെയോ വയലിനെയോ സ്നേഹിക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുള്ള വാക്ക് എത്രയും ഭയനിർദ്ദേശം നൽകുന്ന ഒന്നാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. പിന്നീട് കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നതായിട്ട് 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം കർത്താവ് മുന്നമേ അറിഞ്ഞു. പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് അതേപടി തൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ കർത്താവ് തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതും കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും തിരുവചനത്തിൽ മുൻ നിർണയിച്ചത് പ്രകാരമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് കർത്താവ് ബർത്തിമായി എന്ന കുരുടന് കാഴ്ച നൽകുന്നതിനെ കുറിച്ച് 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 19-ാം അധ്യായത്തിൽ യേശുവും സക്കായിയും തമ്മിലുള്ള ആ സംഭാഷണത്തെ കുറിച്ചും സക്കായി യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ആ സംഭവത്തെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ കാണുവാൻ ജനസമൂഹം അനുവദിച്ചില്ല. യേശുവിനെ ചുറ്റി വളഞ്ഞു നിന്നവർ നീളത്തിൽ കുറിയവനായ സക്കായിക്ക് യേശുവിന് തടസ്സമായി നിന്നു. അവരൊന്ന് മാറിക്കൊടുത്തിരുന്നെങ്കിൽ, യേശുവിനെ കാണുവാൻ അനുവദിച്ചിരുന്നെങ്കിൽ സക്കായിക്ക് മരത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കാണണമെന്നുള്ള അവന്റെ അതിയായ വാഞ്ച അവനെ ഓടുവാനും മുന്നോട്ട് ഓടുവാനും മാത്രമല്ല ഒരു മരത്തിൽ തത്രപ്പാടോടുകൂടെ കടന്ന് അതിൽ കയറിയിരിക്കാനും ഇടയായി തീർന്നു. അവന്റെ ഹൃദയത്തിന്റെ വാഞ്ച അറിഞ്ഞ ദൈവം, ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം സക്കായിയെ പേർ ചൊല്ലി വിളിച്ചു. സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇന്നും ആഗ്രഹിക്കുന്ന ദൈവമക്കളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് ഈ ചരിത്രത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് കർത്താവിന്റെ ഉപമ, 10 റാത്തൽ വെള്ളിയുടെ ഉപമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു യജമാനൻ 10 റാത്തൽ വെള്ളി എടുത്തിട്ട് 5 റാത്തൽ ഒരു ദാസനെ ഏൽപ്പിച്ചു, 4 റാത്തൽ 2 റാത്തൽ മറ്റൊരു ദാസനെ ഏൽപ്പിക്കുന്നു, 1 റാത്തൽ മറ്റൊരു ദാസനെ ഏൽപ്പിക്കുന്നു. 5 റാത്തൽ ലഭിച്ചവൻ അത് 10 ആക്കി, 2 റാത്തൽ ലഭിച്ചവൻ അത് 4 ആക്കി. എന്നാൽ 1 റാത്തൽ ലഭിച്ചവൻ അവൻ അത് കുഴിച്ചിട്ടു. എന്നാൽ അല്പത്തിൽ വിശ്വസ്തരായിരുന്ന ആ 2 പേർക്ക് കർത്താവ് കൊടുത്ത പ്രതിഫലം, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും എന്നാണ്. എന്നാൽ 1 റാത്തലേ ലഭിച്ചുള്ളൂ എന്നുള്ള കാരണത്താൽ
അവന് ആ കുഴിച്ചിട്ട ദാസനെ എന്നേക്കുമായുള്ള ഇരുട്ടിലേക്ക് തള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ ദൈവഹിതപ്രകാരം വിനിയോഗിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അത് ചെറുതാണെന്ന് കരുതി കുഴിച്ചിടുവാൻ ഒരിക്കലും ഇടയാകരുത്. ദൈവത്തിന്റെ ആ തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 19-ാം അധ്യായത്തിന്റെ 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് ആ രാജകീയമായ പ്രവേശനം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരുന്നത് പോലെ നിന്റെ രാജാവ് കഴുതപ്പുറത്തും അതിന്റെ കുട്ടിയുടെ പുറത്തുമായി ഇതാ കയറി വരുന്നു എന്ന് പറയുന്ന ആ പ്രവചന ഭാഗം നിവർത്തിച്ചുകൊണ്ട് കർത്താവ് യെരൂശലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തുകയാണ്. ആ തന്നെ അനുഗമിച്ച ജനം, ആ ദേശനിവാസികൾ, അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു ആ കർത്താവിനെ ആദരവോടെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വൃക്ഷത്തിന്റെ ചില്ലകൾ ഒടിച്ച് വഴിയിലിട്ട് ആ കർത്താവിനെ ആദരവോടെ സ്വീകരിക്കുന്നു. അവന് ഹോശന്ന പാടി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന ആ വലിയ ജനസമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ആ നഗരത്തെ ചൊല്ലി വിലപിക്കുന്ന വിലാപം അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. കാരണം ആ ഇസ്രയേലിന് വരുന്ന നാശത്തെക്കുറിച്ച് മുൻകണ്ടുകൊണ്ടാണ് കർത്താവ് അവിടെ വിലപിച്ചത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. തുടർന്ന് കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അത് ശുദ്ധീകരിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ആ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നാണ്. ഏത് ശുദ്ധീകരണവും അത് ദൈവവചനപ്രകാരം തന്നെ ആയിരിക്കാൻ ഇത് നമുക്കൊരു മാതൃകയാണ്. 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ അധികാരത്തെ പരീശന്മാർ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു എന്നവർ ചോദിക്കുന്നു. കർത്താവ് അവരോടൊരു ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം മനുഷ്യരിൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ? ഏതധികാരത്തിന്മേലാണ് അവനത് ചെയ്തത് എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാനും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല എന്ന് കർത്താവ് പറയുകയുണ്ടായി. മറ്റൊരു ഉപമ കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൽ മുന്തിരി നട്ടു, ചക്ക് കുഴിച്ചിട്ടു. എന്നാൽ താൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ച് അവൻ കടന്നുപോയി. എന്നാൽ ഫലകാലമായപ്പോൾ പാട്ടം സ്വീകരിക്കേണ്ടതിനായിട്ട് ദാസന്മാരെ അയച്ചു. എന്നാൽ അവൻ ആ ദാസന്മാരെ പുറത്താക്കി അവരെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവസാനമായി ആ യജമാനൻ തൻ്റെ പുത്രനെ ശങ്കിക്കും എന്ന് പറഞ്ഞ് പുത്രനെ അയച്ചു. അവർ ആ പുത്രനെ കൊന്ന് ആ അവകാശം നമുക്കാകും എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനെ കൊന്നുകളയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം പ്രവാചകന്മാരെയും ഒക്കെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇസ്രയേൽ അവർക്ക് കർത്താവിന് യോഗ്യമായ ഫലം നൽകിയില്ല. അവസാനമായി ദൈവം തന്റെ പുത്രനെ അയച്ചു. അവർ അവനെ കൊന്നു. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ഈ ഉപമയിലൂടെ ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് പരീശന്മാർ കർത്താവിനെ കുരുക്കേണ്ടതിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൈസർക്ക് കരം കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യം. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്നാണ് ചോദ്യം.
എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവീൻ, ഇതിൽ ഉള്ള മേലെഴുത്ത് ആരുടേതാണ്? അവർ പറഞ്ഞു, അത് കൈസറുടേതാണ്. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് കർത്താവ് മറുപടി പറഞ്ഞു. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന്റെ വകയാണ്. നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് ഈ ഉത്തരത്തിലൂടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുനരുത്ഥാനമില്ല എന്ന് കരുതുന്ന സദൂക്യർ കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് കടന്നു വരികയാണ്. ഒരു സ്ത്രീ വിവാഹിതയായി മക്കളില്ലാതെ മരിച്ചുപോയി. അവരുടെ ന്യായപ്രമാണത്തിന്റെ നിയമം അനുസരിച്ച് മക്കളില്ലാതെ മരിച്ചു പോയാൽ അടുത്ത സഹോദരൻ വിവാഹം കഴിക്കണം എന്ന് നിയമമുണ്ടായിരുന്നു. എന്നാൽ ആ ദേശത്ത് 7 സഹോദരന്മാർക്ക് ഭാര്യയായിരുന്ന മക്കളില്ലാതെ മരിച്ചുപോയ ഒരു സ്ത്രീ പുനരുത്ഥാനത്തിൽ സ്വർഗത്തിൽ ആരുടെ ഭാര്യയാകും എന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ കർത്താവ് മറുപടി പറഞ്ഞത്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നില്ല. അവർ ദൈവദൂത തുല്യരായി തന്നോടുകൂടെ വാഴുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ആ പുനരുത്ഥാന ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകിയിരിക്കുന്നതായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് പരീശന്മാരോട് ചോദിക്കുന്നു, ക്രിസ്തു ആരുടെ പുത്രൻ എന്ന്. അവർ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിക്കുകയാണ്, ദാവീദും അവനെ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് യേശു ദാവീദ് പുത്രനെങ്കിലും അവൻ രാജാതി രാജാവാണ്, ദാവീദിന്റെയും കർത്താവാണ്, അനാദിയായും ശാശ്വതമായും ദൈവമാണ്, അവനാണ് ദാവീദ് പുത്രനായി ലോകത്തിലേക്ക് ജനിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 21 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ 2 കാശ് വഴിപാടിട്ട വിധവയെ കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. എല്ലാവരും ആ ഭണ്ഡാരത്തിൽ വഴിപാട് അർപ്പിച്ചു. എന്നാൽ വിധവ 2 കാശേ ഇട്ടിട്ടുള്ളൂ എങ്കിലും അവളുടെ ഉപജീവനം മുഴുവനുമായിരുന്നു. അവൾക്കുള്ളതിന്റെ 100% അവൾ അർപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എല്ലാവരിലും ഏറെ ഈ സ്ത്രീ ഇട്ടു എന്നുള്ളതാണ്. തുടർന്ന് 5 മുതൽ 19 വരെ കാലാന്ത്യത്തിന്റെ അടയാളം എന്തെന്ന് കർത്താവ് അവിടെ വിശദീകരിക്കുകയാണ്. അതുപോലെ 20-ാം വാക്യം മുതൽ യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ തിരിച്ച് വരുന്നതും ലോകാന്ത്യവും വിശദീകരിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിന്റെ അന്ത്യത്തെക്കുറിച്ച്, നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കർത്താവ് അവിടെ നൽകി. അത് AD 70 അത് നിവൃത്തിയാക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവിടെ ദേവാലയം ഇടിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈ കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്ന നാളുകൾ നാം ഉണർന്നിരിക്കണം. നാളും നാഴികയും അറിയായി കൊണ്ട് ഉണർന്നിരിപ്പാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ വാക്യങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെതിരെ ഗൂഢാലോചന നടത്തപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എല്ലാവരും ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഒന്നിച്ചുകൂടി യേശുവിനെ നശിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന കഴിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. 7-ാം വാക്യം മുതൽ 23 വരെയുള്ള വാക്യത്തിൽ
കർത്താവും ശിഷ്യന്മാരും ചേർന്ന് അവസാനത്തെ പെസഹ കഴിക്കുന്നതിൻ്റെ വിവരണമാണ് കാണുന്നത്. പെസഹയുടെ അവസാനമായിട്ട് കർത്താവ് ഒരു പുതിയ ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചു. അതാണ് കർത്തൃമേശ അഥവാ തിരുവത്താഴം എന്നുള്ളത്. കർത്താവ് ആ ഒരു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. അതുപോലെ ആ ഭക്ഷണം കഴിച്ച ശേഷം, അപ്പത്തിൽ നിന്ന് പങ്കെടുത്ത ശേഷം കർത്താവ് പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിന്റെ രക്തം എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ആ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു എന്ന ശുശ്രൂഷ അപ്പോസ്തലന്മാരിലൂടെ തുടർന്നുള്ള വിശ്വാസികളിലേക്കും ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന നമ്മളിലേക്കും ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ശിഷ്യന്മാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും അപ്പം നുറുക്കുവാൻ കൂടി വന്നതായി നാം വായിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവിന്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. എന്നുവരെ എന്ന് ചോദിച്ചാൽ കർത്താവ് മടങ്ങി വരും വരെ. അത് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഏക ശരീരമായി തീർന്നു, ദൈവത്തിന്റെ സഭയായി കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്നുള്ള ആ കാര്യവും ഈ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. തുടർന്ന് കർത്താവ് ഗത്സമനയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഗത്സമന തോട്ടത്തിൽ കർത്താവ് അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെയായി അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപം അറിയാത്തവൻ പാപികളുടെ സ്ഥാനം ഏറ്റെടുത്തു. ഒരു പാപി എന്ന നിലയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. പാപം ചെയ്തിട്ട് പാപിയാകുകയല്ല, പാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവൻ പാപിയുടെ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ മുഴുവനും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ വേദന അതിശക്തമായിരുന്നു. ആ ഹൃദയത്തിന്റെ ആഘാതം അത് എത്രയും ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ ദിവ്യ സ്നേഹത്തെയാണ് നാം ഗത്സമനയിലെ ആ യേശു ക്രിസ്തുവിലൂടെ നാം കാണുന്നത്. തുടർന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അയച്ച ആ പടയാളികൾ യേശുവിനെ പിടിക്കുവാനായിട്ട് വാളും വടിയുമായിട്ട് കടന്നു വരുന്നു. കർത്താവ് അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? നസറേനായ യേശുവിനെ എന്നവർ മറുപടി പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു എന്ന്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്ത ദൈവം, ആദിയിൽ സകലവും സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഗത്സമന തോട്ടത്തിൽ ആയിരിക്കുന്നെങ്കിലും അവൻ ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനാകുന്നു എന്ന്. ആ ശബ്ദത്തിന്റെ മുൻപിൽ പടയാളികൾ പിൻവാങ്ങി നിലത്തോട്ട് വീണു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ചപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാകുന്നു കാണുന്നത്. എന്നെയാകുന്നു തിരിയുന്നെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ യേശുവിനെ ബന്ധിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവർ യേശുവിനെ ആ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് കണ്ടിട്ട് യൂദ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് തൂങ്ങിച്ചാകുകയാണ് ചെയ്തത്. എന്നാൽ പത്രോസ്
ആ പ്രതികൂലങ്ങളുടെ നടുവിൽ യേശുവിനെ തള്ളി പറയുന്ന, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം നാം കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് മുന്നമേ കണ്ടിരുന്നു, മുന്നമേ അത് അറിയിച്ചിരുന്നു. എന്നാൽ അവർക്ക് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇതൊന്നും മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ പത്രോസും യേശുവിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് അവനെ തിരിഞ്ഞ് നോക്കി. ആ കർത്താവിൻ്റെ നോട്ടം, സ്നേഹമിശ്രണമായ നോട്ടം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. പത്രോസ് പുറത്തിറങ്ങി പൊട്ടി കരയുന്ന ഒരനുഭവം നമുക്ക് കാണുന്നുണ്ട്. തുടർന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനെ വ്യക്തിപരമായി കണ്ട് ആശ്വസിപ്പിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിനെ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ നിർത്തി. അവർ അവനിലൊരു കുറ്റവും കണ്ടില്ല. അവർ യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്ക് അയച്ചു. യേശുവിൽ ഒരു കുറ്റം കാണുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. യേശുവിനെ അവിടെ നിന്ന് ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ആ യേശുവിൽ കുറ്റം കാണുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല. എന്നാൽ പീലാത്തോസ് പറയുകയാണ്, ഉത്സവം തോറും ഒരു മനുഷ്യനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, അതുകൊണ്ട് ഇതാ ഞാൻ യേശുവിനെ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറയുന്നു. എന്നാൽ യഹൂദന്മാർ അവനെ ഞങ്ങൾക്ക് വേണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കലഹവും കുലയും ഹേതുവായി തടവിലായിരുന്ന ബറബാസിനെ വിട്ടുതരുവാനായിട്ട് ചോദിക്കുകയും ബറബാസ് വിധിക്കപ്പെടുകയും ചെയ്തു. നീതിമാനായവൻ ആ ക്രൂശിലേക്ക് പ്രവേശിക്കുമ്പോൾ കലഹവും കുലയും ഹേതുവായി തടവിൽ കിടന്നവൻ സ്വതന്ത്രനാക്കുകയാണ്. നാം ഓരോരുത്തരും സ്വതന്ത്രരാകേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് ഏറ്റുവാങ്ങി, മരണം ഏറ്റുവാങ്ങി. അത് എത്രയോ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഭാവനയ്ക്കും ഒക്കെ അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടുത്തെ സ്നേഹം, അവിടുത്തെ വലിപ്പം, അവിടുത്തെ മഹത്വം ഇന്ന് അനേകർ അറിയുന്നില്ലെങ്കിലും അവിടുന്ന് ഒരു ദിവസം വരും, തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ ചേർത്തുകൊള്ളും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്നതായിട്ട് 23-ാം അധ്യായത്തിന്റെ 26 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ യേശു പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തു. അവസാനമായി പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുവിനെ അവർ ദുഷ്ടന്മാരോട് കൂടിയാണ് ക്രൂശിക്കുന്നതിന് ഏൽപ്പിച്ചത്. എന്നാൽ അവന്റെ മരണത്തിൽ, അവന്റെ അടക്കത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടി ആയിരിക്കും എന്ന് യെശയ്യാപ്രവചനം 53 പറയും പ്രകാരം യേശുവിനെ അന്നത്തെ ശ്രേഷ്ഠ മന്ത്രിയായിരുന്ന ജോസഫ് ആ ഭൗതിക ശരീരം പീലാത്തോസിനോട് അനുവാദം വാങ്ങി തനിക്ക് വേണ്ടി വെട്ടിയിരുന്ന കല്ലറയിൽ അടക്കുവാനായിട്ട് തീരുമാനിച്ചു. ആദിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദെമോസും 100 റാത്തൽ സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് ആ ശരീരം ഒരു കല്ലറയിൽ അടക്കി. എന്നാൽ ആ കല്ലറ അധികം ഉറപ്പുവരുത്തേണ്ടതിന് പീലാത്തോസിന്റെ അനുവാദത്തോടുകൂടെ കല്ലറയ്ക്ക് മുദ്ര ചെയ്തു. റോമൻ പടയാളികളെ കാവൽ നിർത്തി. എന്നാൽ അടുത്ത ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അത് 24-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്
യേശുവിന്റെ ശരീരത്തിൽ പൂശേണ്ടതിന് സുഗന്ധ ദ്രവ്യവുമായി കടന്നുപോയ ആ സ്ത്രീകൾ യേശുവിനെ തൈലം പൂശുവാൻ കഴിഞ്ഞില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അവർ അവിടെ എത്തുമ്പോൾ ആ തുറക്കപ്പെട്ട കല്ലറയാണ് കാണുവാൻ കഴിഞ്ഞത്. കല്ലറയിൽ ഇരുന്ന ദൂതന്മാർ പറഞ്ഞത്, ആ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. പിന്നെ യേശു മഗ്ദലന മറിയത്തിനും അതുപോലെ പത്രോസിനും ശിഷ്യന്മാർക്കും 500-ലധികം പേർക്കും ഒരുമിച്ച് പ്രത്യക്ഷനായി. കല്ലറകൾക്ക് അല്ലെങ്കിൽ റോമൻ മുദ്രയ്ക്ക് കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആ ഒഴിഞ്ഞ കല്ലറ ആ പത്രോസ് ചെന്ന് കാണുകയാണ്. 24-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. തുടർന്ന് നടക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സംഭവം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം രാവിലെ 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് കടന്നു പോവുകയാണ്. യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമാണ് എമ്മൂസിലേക്ക് ഉള്ളത്. ആ പോയവരിൽ ഒരാൾ ക്ലെയോപ്പാവ ആയിരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്നത് തൻ്റെ ഭാര്യ മറിയ ആയിരിക്കാം എന്ന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ മറിയയും ക്രൂശീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അനുമാനിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവർ 2 പേരും കൂടെ ആ എമ്മൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ നടന്ന് ആ എമ്മൂസിലേക്കുള്ള 7 നാഴിക ദൂരം നടക്കുവാനായിട്ട് യാത്ര ആരംഭിച്ചു. അവർ വാടിയ മുഖത്തോടെ യാത്ര ചെയ്യുകയാണ്. അവർ യാത്രയിൽ തർക്കിച്ചും വാദിച്ചും മുന്നോട്ട് പോവുകയാണ്. യേശുദാനം ഒരു അപരിചിതനെ പോലെ അവരോട് ചേർന്ന് നടന്ന് ചോദിച്ചു, നിങ്ങൾ വഴിയിൽ തർക്കിച്ചും വാദിച്ചും പോകുന്ന ഈ കാര്യം എന്ത്? അവർ വാടിയ മുഖത്തോടുകൂടെ നിന്നു. എന്നിട്ട് അവർ യേശുവിനോട് ചോദിച്ചു, ഇസ്രയേലിലെ പരദേശികൾ നീ മാത്രം ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്നു, എന്ത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവിനോട് അവർ പറയുന്നത് പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന യേശുവിനെ കുറിച്ചുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ യേശു ഇസ്രയേലിനെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന രാജാവായിരിക്കും എന്ന് ഞങ്ങൾ ആശ വച്ചിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും എല്ലാവരും ചേർന്ന് യേശുവിനെ ക്രൂശിച്ചു, മരണവിധിക്ക് ഏൽപ്പിച്ചു. അത്രയുമല്ല, ഇന്ന് 3-ാം ദിവസമാണ്. ഇന്ന് രാവിലെ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയി മടങ്ങി വന്നു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുണ്ടായി. അത് ഞങ്ങളുടെ തർക്ക വിഷയത്തിന് കാരണമായിരിക്കുന്നു. യേശുവിന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ട നിലയിൽ മാംസപിണ്ഡമായി തീർന്ന യേശു ഉയർത്തെഴുന്നേൽക്കുക അസാധ്യമാണ് എന്ന് തോന്നുമ്പോൾ മറിയയും മറ്റ് സഹോദരങ്ങളും പോയി കണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായതുകൊണ്ടാണ് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തു പോകുന്നത് എന്ന് അവർ യേശുവിനോട് പറഞ്ഞു. അവരുടെ തർക്കത്തിന്റെ വിഷയം, അവരുടെ മ്ലാനതയുടെ വിഷയം അവർ യേശുവിന്റെ പാദപീഠത്തിൽ വെച്ചു. യേശു അവർക്ക് വിശദീകരണം നൽകുകയാണ്. മോശ തുടങ്ങി സകല പ്രവാചക പുസ്തകങ്ങളിലും യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു. യേശുവിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്നാണ്
യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം നാം 2 ദിവസമായി അവലോകനം ചെയ്യായിരുന്നല്ലോ. ഇതിൽ ഓരോ കാര്യങ്ങളും അത് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു എന്നുള്ളത് നാം പഠിച്ചു വരികയായിരുന്നല്ലോ. അത് കണ്ടെത്തുവാൻ, യേശുവിൻ്റെ ആ ദൈവികമായ ആ പ്ലാൻ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ കരുതൽ, ഇവയൊക്കെ മനസ്സിലാക്കുവാൻ, കർത്താവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ, അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, പ്രിയ സഹോദരന്മാരെ, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പഠനം എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാര് കർത്താവിങ്കിൽ നിന്ന് കേട്ട് പഠിച്ചപ്പോൾ, കേട്ട് ഗ്രഹിച്ചപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന് അവർ സാക്ഷ്യം പറയുക. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നുള്ളത് കർത്താവ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു കടന്നു പോകുന്ന ഒരു യാത്രക്കാരനായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ ഭാവിച്ചു. എന്നാൽ ആ ശിഷ്യന്മാർ പറഞ്ഞത്, നേരം വൈകി അസ്തമിപ്പാറായി, ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞവനെ യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു ഭക്ഷണം എടുത്ത് വാഴ്ത്തി, ദൈവത്തെ വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നതും അവർ ഇത് യേശു ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയതും. ഉടനെ യേശു അവർക്ക് അപ്രത്യക്ഷമായി. ആ രാത്രിയിൽ തന്നെ അവർ മടങ്ങി യെരുശലേമിലേക്ക് വന്ന് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിന്റെ 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യ ഉപദേശമാണ് നമ്മൾ കാണുന്നത്. ലോകമെങ്ങും കർത്താവിന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും ഉണ്ടെന്നുള്ള സന്ദേശം അറിയിക്കുവാനായിട്ട് കർത്താവ് പരമേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ അന്ത്യനിയോഗം ഏറ്റെടുക്കാം. എല്ലാ സ്ഥാനങ്ങളിലും കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിനും അവിടുന്ന് ഒരുക്കിയ ആ പ്രായശ്ചിത്ത മരണത്തിലൂടെ ആ മാനസാന്തരവും പാവമോചനവും പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കഴിയുമെന്നുള്ള സ്നേഹത്തിന്റെ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുവാൻ ദൈവം നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിനെ നമുക്ക് അധികം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി അതിന്റെ 24-ാം അധ്യായത്തിന്റെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആ യെരുശലേമിന് അടുത്തുള്ള ഒലിവുമലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെ അനുഗ്രഹിച്ചു. അവർ കാണുക കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും എന്ന് അരുളി ചെയ്തു. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ, നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്ത കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവ് സ്വർഗത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ അവൻ കടന്നു പോയിരിക്കുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ശിഷ്യന്മാർ മടങ്ങിപ്പോയി എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പോയിരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 3 സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോയപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ രാജാതിരാജാവായിരിക്കുന്ന അവന്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞു. അവൻ
പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു സമ്പൂർണ്ണ ദാസനായിട്ട് ദൈവത്തിന്റെ ആ നിയോഗം നിറവേറ്റപ്പെടുവാൻ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ദാസനായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ നമുക്ക് വേണ്ടി മരിക്കുവാൻ പൂർണ്ണ മനുഷ്യനായി തീർന്ന ദൈവപുത്രനാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള അനേക ഉദ്ധരണികൾ നമുക്ക് വായിക്കുവാനും ചിന്തിക്കുവാനും ഇടയായി തീർന്നു. കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചതും പ്രവർത്തിച്ചതും നമുക്ക് വേണ്ടി മരിച്ചതും എല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്ന്. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, മടങ്ങി വരുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് ചൈതന്യമേകട്ടെ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആശ്രയത്തോടുകൂടെ ഈ കർത്താവിനെ അനുഗമിക്കാം. ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.